ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് പോയപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ള കെട്ടിപ്പാലയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടുത്തെ രാത്രി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും ടോപ്പ് ഹിൽസിലായതുകൊണ്ട് തന്നെ താഴ്വാരത്തെ കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കെട്ടിപ്പാലട എന്നുള്ളത് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. ഇത് നമ്മൾ താമസിക്കുന്ന വീട് ഏറ്റവും ടോപ്പ് ഹിൽസിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇനി രാത്രി കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് വീടിനകത്തെ കാഴ്ചകൾ കാണാം. അത്യാവശ്യ സൗകര്യമുള്ള ഒരു ഹാള്, അതുപോലെ തന്നെ 2 ബാത്റൂം അറ്റാച്ച്ഡ് റൂംസ്. എന്നാൽ അത്യാവശ്യം തിരക്കിടില്ലാതെ ആളുകൾക്കൊക്കെ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റിയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കിച്ചൺ ഉണ്ട്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്പേസ്, ഒരു ബാൽക്കണിയിൽ നിന്നൊക്കെ ഒന്ന് നോക്കിയാൽ വളരെ നല്ല വ്യൂ ആണ് കേട്ടോ. ഞങ്ങളിവിടെ 2 ഡേയ്സാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും യാത്ര ക്ഷീണമൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ഫ്രഷ് ആകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇവിടെ കുക്കിങ്ങിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സ്വയം കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ 2 ദിവസം ഫുഡ് കഴിച്ചത്. നമ്മൾ ഊട്ടിയിലേക്ക് പോയുള്ളപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിലെ ബാൽക്കണി വ്യൂ ആണ്, നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ താമസിക്കുന്ന വീട് ടോപ്പ് ഹിൽസിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. പോയാ നാളെ കൊടുക്കാം പൈസ ഞാൻ റോസ് പൂ കണ്ട, പച്ച റോസ് പൂ കണ്ടിട്ടില്ലല്ലോ. ഇതാ ഈ സാധനം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പെണ്ണെ കാത്തിട്ട് നേരെ വിളിച്ചിട്ടുണ്ട്. രാത്രി 10 മണിക്ക് എത്തോടെ പുലർച്ചയ്ക്ക് എത്തുള്ളൂ. പുലർച്ചെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നുള്ള പകൽ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. അവിടുത്തെ ഒരു കൃഷിരീതി എന്ന് പറഞ്ഞത് ഓരോ സമയത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കൃഷിരീതിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെയാണ് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത്. കണ്ടോ, ഭൂമി ക്യാരറ്റ് കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന നെല്ലാണ് ആ കാണുന്നത്. തട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് ധാരാളം ക്യാരറ്റ് കൃഷിയും ചെയ്തിരിക്കുന്നത് കാണാം. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തായിട്ട് എപ്പോഴും കാട്ടുപോത്തിൻ്റെ സഞ്ചാര മേഖലയായതുകൊണ്ട് തന്നെ ഗേറ്റ് എപ്പോഴും അടച്ചിട്ടിരിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശം ഉണ്ടായിരുന്നു കേട്ടോ. ഊട്ടിയിൽ വന്നാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒത്തിരി പ്ലേസസ് ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് എപ്പിസോഡ്